അങ്ങനെ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ക്രിസ്തു അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും ദൈവത്തിനൊരു കോടതിയുണ്ട്, നിയമമുണ്ട്. പാപത്തിന്റെ ശമ്പളം മരണം. പാപം ചെയ്യുന്നവർ നശിച്ചു പോകണം, നരകാഗ്നിയിലേക്ക് ഒടുങ്ങി പോകണം. പ്രിയപ്പെട്ട, നാളെ ലോകം അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഈ ആകാശവും ഭൂമിയും ഒരു നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇല്ലാതിരുന്ന ഈ ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും നീരുറകളെയും സൂര്യചന്ദ്ര നക്ഷത്രാദികളെയും ഒരു വാക്കുകൊണ്ട് നിർമ്മിച്ചവനാണ് ദൈവം. അവന്റെ മഹത്വം എത്ര വിവരിക്കും പ്രിയപ്പെട്ടവരെ? അവനെ നമ്മൾ അറിഞ്ഞില്ല. അവനെ അറിഞ്ഞിട്ട് നമ്മൾ തുച്ഛീകരിച്ച് കളഞ്ഞു. അവനെ കണ്ണുകൊണ്ട് കാണാത്തത് കൊണ്ട് നമ്മൾ അവനെ ഭയപ്പെടുന്നില്ല. കണ്ണുകൊണ്ട് കാണുന്ന മനുഷ്യനെ നമ്മൾ ഭയപ്പെട്ടുകൊണ്ട് കാണാത്ത ദൈവത്തെ ഭയമില്ലാതെ നമ്മൾ നശിച്ചു പോകുന്നു. എന്നാൽ നോക്കുവിന് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു അവനെ താണ ലോകത്തിലേക്ക് ലോകാവസാനത്തിൽ ഇറങ്ങി വരികയും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ എല്ലാവരുടെയും പാപം സ്വയം ചുമലിലേറ്റിക്കൊണ്ട് നമുക്ക് പകരക്കാരനായിട്ട് മരിക്കുകയും ചെയ്തു. ഇതാണ് ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകുന്നുള്ള വചനത്തിന്റെ അർത്ഥം. അവൻ മറിയയുടെ സന്തതിയായിട്ട് പുരുഷ രക്തം കൂടാതെ ജനിച്ചു. 30 വർഷക്കാലം അവന്റെ അമ്മയപ്പന്മാർക്ക് കീഴടങ്ങി. അതിനുശേഷം 3.5 വർഷക്കാലം പാലസ്തീന്റെ തെരുവുകളിലേക്ക് ഇറങ്ങി. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവിനെന്ന് ഘോഷിച്ചു. അവന്റെ അടുക്കലേക്ക് ഒത്തിരി പാപങ്ങൾ വന്നു. പ്രിയപ്പെട്ട, കുഷ്ഠരോഗികള്, പാപികളായിരിക്കുന്ന സ്ത്രീകള്, കുരുടന്മാര്, പിന്നെന്താണ് ചെകിടന്മാര്, ഊമന്മാര്, മുടന്തുള്ളവര് ഒക്കെ അവന്റെ അടുക്കലേക്ക് വന്നു. പ്രഭുക്കന്മാരും നേതാക്കന്മാരും തിരുമേനിമാരും ഒന്നും അവനെ കാണുവാൻ വന്നില്ല. പ്രിയപ്പെട്ട, പാപികളായിരിക്കുന്ന നമ്മളെ പോലുള്ള ഏഴുകളൊക്കെ അവനെ തേടി വന്നു. എന്നാൽ അധികാരത്തിന്റെ ഉത്തംഗതയിൽ നിന്നവരൊക്കെയും ദൈവപുത്രനെ തള്ളിക്കളഞ്ഞ് നശിച്ചും പോയി. എന്നാൽ നോക്കുവിന് ആ യേശുക്രിസ്തുവിന്റെ അടുക്കലേക്ക് വന്നവർക്കെല്ലാം അവന് സമാധാനം വാഗ്ദത്തം ചെയ്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു എന്തിനാണ് വന്നത്? ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മനുഷ്യൻ പാപം ചെയ്യുമെന്ന് ദൈവം അറിഞ്ഞിരുന്നു. കാരണം എന്താണ്? ദൈവം എന്ന് പറഞ്ഞാൽ സർവ്വജ്ഞാനിയാണ്. അവൻ ഇന്നലെ ആകാശവും ഭൂമിയും ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ അറിയാം, ഇന്ന് ഭൂമി ഉള്ളപ്പോഴുള്ള കാര്യങ്ങൾ അറിയാം, ലോകാവസാനത്തിന് ശേഷമുള്ള കാര്യങ്ങളും അവനറിയാം. അവനാണ് സർവ്വജ്ഞാനി. അതേ പ്രിയപ്പെട്ടവരെ, പലരും വന്ന് കഴിഞ്ഞ കാലത്ത് നീ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു പ്രവചിക്കും, നമ്മൾ വീണു പോകും. ഒരു മനുഷ്യൻ വന്ന് കൈ നോക്കിയോ അല്ലെങ്കിൽ എന്താണ് മറ്റുള്ള കള്ളന്മാരും വന്നിട്ട് പറയും 2016 നീ ഇങ്ങനല്ലായിരുന്നോ, 18 ഇങ്ങനല്ലായിരുന്നോ, നിന്റെ വീട് ഇങ്ങനെയല്ലായിരുന്നോ, അതിനകത്ത് കേട്ട് നമ്മൾ മയങ്ങിപ്പോവും. പ്രിയപ്പെട്ടെ, അത് സാത്താന്റെ ആത്മാവിനും കഴിയും, ഒരുപക്ഷെ ആസ്ട്രോളജി പഠിപ്പിക്കുന്ന മനുഷ്യർക്കും കഴിയും. എന്നാൽ വരുവാനിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതാണ് ദൈവം. ദൈവത്തിന് മാത്രമേ പ്രവചനാത്മാവുള്ളൂ. യേശുക്രിസ്തുവിന്റെ ആത്മാവോ പ്രവചനം തന്നെ എന്ന് വചനം എഴുതിയിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടെ, ലോകാവസാനത്തിന് ശേഷമുള്ള കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഏക പുസ്തകം ബൈബിളാണ്. ആ ബൈബിളിൽ നിന്നെപ്പറ്റി എഴുതിയിട്ടുണ്ട്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനെപ്പറ്റി നിരവധിയായിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അതിനകത്ത് നിനക്ക് വേണ്ടി തന്നിട്ടുണ്ട്. അതെ, നിന്റെ ഓമനെ പേർ ചൊല്ലി അവൻ വിളിക്കുന്നു.